നിങ്ങളൊരു 9 to 5 ജോബ് ചെയ്ത് മടുത്തോ? അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നതിന്റെ കൂടെ സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫ്സിന് പോലും സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു വഴി തേടുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എന്റെ പേര് സെൽവ ഹാരിസ്. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഒരു സാധാരണക്കാരനായിട്ട് തുടങ്ങി ഇന്ന് ജോബിന്റെ കൂടെ തന്നെ നല്ല രീതിയിൽ ഫ്രീലാൻസിങ് വർക്ക്സും ചെയ്തു വരുന്നു. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഫ്രീലാൻസിങ്ങിനെ കുറിച്ചാണ്. അതായത് എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് വർക്ക് ചെയ്ത് നല്ല കാശ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ എന്താണ് ഈ ഫ്രീലാൻസിങ്? ആദ്യം തന്നെ പറയാം, പലർക്കും ഇതിനെ പറ്റി ചെറിയൊരു കൺഫ്യൂഷൻ കാണും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങളൊരു കമ്പനിയുടെ കീഴിൽ ഒരു ഫുൾ ടൈം എംപ്ലോയി ആയി വർക്ക് ചെയ്യുന്നതിന് പകരം സ്വന്തമായി ഇൻഡിപെൻഡന്റ് ആയി പല ക്ലയൻസിന് വേണ്ടിയിട്ട് പല പ്രോജക്ട്സ് ചെയ്തു കൊടുക്കും. ഇതില് നിങ്ങളാണ് ബോസ്. എപ്പോൾ വർക്ക് ചെയ്യണം, എവിടുന്ന് വർക്ക് ചെയ്യണം, എത്ര ചാർജ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഇമാജിൻ, ഗോവയില് ഒരു ബീച്ചിലിരുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോഫി ഷോപ്പിലിരുന്നോ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ഫ്രീഡം ഫ്രീലാൻസിങ് ഗിവ്സ്. ഫ്രീലാൻസിങ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്കിനി നോക്കാം. അപ്പൊ ബോസ് ആവുന്നത് കൊള്ളാം, പക്ഷെ ഇതുകൊണ്ട് എന്താണ് ഗുണം? ആദ്യം തന്നെ പറയട്ടെ, ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഞാനിപ്പോ പറഞ്ഞ പോലെ സമയത്തിന്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യം. മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ രാവിലെ വർക്ക് ചെയ്യാം, നൈറ്റ് ഔൾ ആണെങ്കിലോ രാത്രി വർക്ക് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. ആൻഡ് രണ്ടാമത്തത് ഹൈ ഇൻകം പൊട്ടൻഷ്യൽ. ഒരു ജോബില് നിങ്ങൾക്കൊരു ഫിക്സഡ് സാലറി ആയിരിക്കും. ബട്ട് ഫ്രീലാൻസിംഗിൽ നിങ്ങളുടെ സ്കില്ലും എക്സ്പീരിയൻസും അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ക്ലയൻസിനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. മോർ ക്ലയൻസ് മീൻസ് മോർ മണി. ആൻഡ് മൂന്നാമത്തത് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങളുടെ ക്ലയന്റ് കേരളത്തിൽ നിന്ന് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അമേരിക്കയിലോ ദുബായിലോ ഓസ്ട്രേലിയയിലോ ഉള്ള ക്ലയൻസിന് വേണ്ടി പോലും ഇവിടെ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ കറൻസിയിൽ പേയ്മെന്റ് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെ തന്നെ ലെവലാണ്. അടുത്തത്, ഫ്രീലാൻസിങ് ചെയ്യാൻ തുടങ്ങാൻ ഞാൻ റെഡിയാണ്, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം, പക്ഷെ എങ്ങനെ പ്രോജക്ട്സ് കിട്ടും? ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്, പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വർക്ക്സ് ആൻഡ് എക്സ്പീരിയൻസ് ഷോക്കേസ് ചെയ്യാം. നിങ്ങൾ മുമ്പ് ചെയ്ത വർക്ക്സിന്റെ ഒരു കളക്ഷൻ. ഒരു ക്ലയന്റ് നിങ്ങൾക്ക് പ്രോജക്റ്റ് തരുന്നതിന് മുന്നേ നിങ്ങളുടെ കഴിവ് എന്താണെന്ന് അറിയണ്ടേ? അത് കാണിച്ചു കൊടുക്കുന്നതാണ് പോർട്ട്ഫോളിയോ. ബട്ട് ഞാനൊരു ബിഗിനർ ആണ്, എന്റെ കയ്യിൽ ചെയ്ത് കാണിക്കാൻ വർക്ക്സ് ഒന്നും ഇല്ലല്ലോ. ഇത് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, തുടക്കത്തിൽ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ ചില വഴികളുണ്ട്. സോ ഫസ്റ്റ് വൺ, ക്രിയേറ്റ് ഡമ്മി പ്രോജക്ട്സ്. ഒരു ഇമാജിനറി കോഫി ഷോപ്പിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ പേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആഡുകൾ റൺ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തത്, ഹെൽപ്പ് ഫ്രണ്ട്സ് ഓർ ഫാമിലി. നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ചെറിയ ബിസിനസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഫ്രീ ആയിട്ടോ ചെറിയ പൈസക്കോ മാർക്കറ്റിംഗ് ചെയ്തു കൊടുക്കാം. ആൻഡ് മൂന്നാമത്തത്, വോളണ്ടിയറിംഗ്. ചെറിയ ലോക്കൽ ഷോപ്സിന് ചുമ്മാ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഉണ്ടാക്കി കൊടുക്കുക. ഇനി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ അതും ചെയ്തു കൊടുക്കുക. പക്ഷെ ഈ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ഒരു സ്ട്രോങ് പ്രൊഫഷണൽ പോർട്ട്ഫോളിയോ ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? എവിടെയാണ് എൻജിഒയുടെ കോഴ്സ് നിങ്ങളെ സഹായിക്കുന്നത്? ഞങ്ങളുടെ AI ഇന്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ നിങ്ങളെ കൊണ്ട് ലൈവ് പ്രോജക്ട് ചെയ്യിപ്പിക്കും, റിയൽ ടൈം ആയിട്ട് ടമ്മി ക്യാമ്പയിൻസ് റൺ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് കോഴ്സ് തീരുമ്പോഴേക്കും ക്ലയൻസിന് മുന്നിൽ ധൈര്യമായിട്ട് കാണിക്കാൻ പറ്റിയ ഒരു കിടിലൻ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇനി പോർട്ട്ഫോളിയോ സെറ്റായി, ഇനി എവിടുന്ന് ക്ലയന്റിനെ കിട്ടും? അപ്വർക്ക്, ഫൈവർ, freelancer.com പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ നിന്ന് നിങ്ങൾക്ക് തുടങ്ങാം. ബട്ട് അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, ലിങ്ക്ഡ്ഇൻ. അതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ക്ലയന്റിനെ കണ്ടെത്തിയാൽ മാത്രം പോരാ, അവരെ കറക്റ്റ് ആയിട്ട് പിച്ച് ചെയ്യാനായിട്ട് അറിയണം. ഇപ്പം ഹായ് സർ, ഐ ആം എ ഡിജിറ്റൽ മാർക്കറ്റർ, പ്ലീസ് ഗിവ് മീ ജോബ് എന്ന് മെസ്സേജ് അയച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എ ഗുഡ് പിച്ച് ഷുഡ് ബി ലൈക്ക് ദിസ്. ആദ്യം തന്നെ റിസർച്ച് ചെയ്യാം. ആ ക്ലയന്റിന്റെ ബിസിനസിനെ കുറിച്ച് നിങ്ങൾ നല്ലോണം പഠിക്കുക. അതാണ് റിസർച്ച് ചെയ്യുക എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത്, പേഴ്സണലൈസ് ചെയ്യുക. അവർക്കൊരു മെയിൽ അയക്കുമ്പോൾ ക്ലയന്റിന്റെ പേര് വെച്ചിട്ട് തന്നെ തുടങ്ങാനായിട്ട് നോക്കണം. ആൻഡ് മൂന്നാമത്തത്, ഐഡന്റിഫൈ ദി പ്രോബ്ലം. ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് കണ്ടു, എൻഗേജ്മെന്റ് കുറവാണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ അവരുടെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സൊല്യൂഷൻ ഓഫർ ചെയ്യുക. സോ ഫോർത്ത് വൺ, ഓഫർ എ സൊല്യൂഷൻ. എനിക്ക് നിങ്ങളുടെ എൻഗേജ്മെന്റ് റേറ്റ് ഒരു 20% വരെ കൂട്ടാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക. ഈ സ്ട്രാറ്റജി യൂസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ പറയാൻ വേണ്ടി പറ്റും. ആൻഡ് അഞ്ചാമത്തത്, ഷോ പ്രൂഫ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ലിങ്കും നിങ്ങൾ അയക്കുന്ന മെയിലിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യാനായിട്ട് നോക്കാം.
നിങ്ങൾ അവരുടെ പ്രശ്നം മനസ്സിലാക്കിയെന്നും അതിന് പരിഹാരം നിങ്ങളുടെ കയ്യിലുണ്ടെന്നും അവർക്ക് തോന്നിയ ആ പ്രോജക്റ്റ് നിങ്ങൾക്കുള്ളതാണ്, ഉറപ്പാണ്. ആൻഡ് അത് മാത്രമല്ല, ഇതൊക്കെ വെച്ചിട്ട് ഒരു പ്രസന്റേഷൻ ചെയ്ത് അയച്ചാൽ നിങ്ങൾക്ക് ആ വർക്ക് ഉറപ്പാണ്. പ്രസന്റേഷൻ ചെയ്യുമ്പോൾ മാർക്കറ്റ് റിസർച്ച്, കറന്റ്ലി ക്ലയന്റിന്റെ സ്റ്റേറ്റസ് എന്താണ്, അതുപോലെ കോമ്പറ്റേറ്റീവ് റിസർച്ചും ഇനി അവരുടെ ബിസിനസ് വളർത്തിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു സ്ട്രാറ്റജി കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയന്റ് ഫ്ലാറ്റ്. സോ ഇതാണ് ഒരു പിച്ച് ഡെസ്ക് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അപ്വർക്ക്, freelancer.com, ഫൈവർ ഇതേപോലത്തെ ഒരുപാട് സൈറ്റുകളിൽ നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ജോബിന്റെ പോസ്റ്റുകൾ കാണാനായിട്ട് സാധിക്കും. സാധാരണ ജോബിന് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ചില സൈറ്റിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിന് ബിഡ് ചെയ്യാനായിട്ട് സാധിക്കും. ലൈക്ക് സോഷ്യൽ മീഡിയ പേജ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 30 ഡേയ്സിന് വേണ്ടിയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 15,000 എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് ബിഡ് ചെയ്യാനായിട്ട് അവിടെ സാധിക്കും. ഇനി അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് ബഡ്ജറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇത് പലർക്കും ടെൻഷനുള്ള ഒരു കാര്യമാണ്, എത്ര പൈസ ചോദിക്കണം എന്നുള്ളത്. 3 രീതിയിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തേത് ഹവേർലി ബേസിസ്. ഒരു മണിക്കൂറിന് ഇത്ര എമൗണ്ട് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് പറയാം. നിങ്ങളൊരു ബിഗിനർ ആണോ എക്സ്പീരിയൻസ്ഡ് ആണോ എന്നുള്ള നിലയിലായിരിക്കും നിങ്ങൾക്ക് ചാർജ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആസ് എ ബിഗിനർ കുറച്ച് വർക്ക്സ് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് മേ ബി ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തത് പ്രോജക്ട് ബേസ്ഡ് ആണ്. ഈ പ്രോജക്റ്റ് തീർക്കാൻ മൊത്തം എത്ര ചാർജ് ആവും എന്നുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെ വർക്ക്സ് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് പൂർണ്ണമായിട്ട് പഠിച്ചിട്ട് വേണം പ്രൈസിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് SEO ഉണ്ടോ, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ഉണ്ടോ, ആഡ് റണ്ണിംഗ് ഉണ്ടോ, അങ്ങനെ എല്ലാം നോക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഹ്യൂജ് ബഡ്ജറ്റ് മുടക്കാൻ തയ്യാറാവുന്ന എന്തെങ്കിലും ക്ലയന്റ് ആണെങ്കിൽ, ലൈക്ക് അവർ പറയുകയാണ് ഈ ഒരു പ്രോജക്റ്റിന് 1 lakh നിങ്ങൾക്ക് അവർ സ്പെൻഡ് ചെയ്യാനായിട്ട് തയ്യാറാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടോട്ടൽ ബഡ്ജറ്റിന്റെ ഇത്ര ശതമാനം എന്നുള്ള രീതിക്കും എമൗണ്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ. ആൻഡ് മൂന്നാമത്തേത് റീറ്റെയിനർ. മാസം ഒരു ഫിക്സ്ഡ് എമൗണ്ട് എന്നുള്ള രീതിക്കും നിങ്ങൾക്ക് പ്രൈസിങ് സെറ്റ് ചെയ്യാവുന്നതാണ്. ബിഗിനർ എന്ന രീതിയിൽ മറ്റുള്ളവരെ എത്ര ആണ് ചാർജ് ചെയ്യുന്നത് എന്നൊന്ന് റിസർച്ച് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. തുടക്കത്തിൽ ചെറിയ റേറ്റിൽ തുടങ്ങിയാലും എക്സ്പീരിയൻസ് ആവുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് കൂട്ടാനായിട്ട് ഉറപ്പായിട്ടും പറ്റും. ഓക്കെ, ഇനി ചില പ്രോ ടിപ്സ് പറഞ്ഞുതരാം. ലിങ്ക്ഡിന്റെ ഇമ്പോർട്ടൻസ് ആണ് അതിലെ ഏറ്റവും വലിയ കാര്യം. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓൺലൈൻ റെസ്യൂമാണ്. അത് പ്രൊഫഷണൽ ആയിട്ട് സൂക്ഷിക്കുക. നല്ലൊരു പ്രൊഫൈൽ പിക്ചർ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബയോ, നിങ്ങളുടെ സ്കിൽസ് ഒക്കെ അതിൽ ആഡ് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജേഴ്സ്, ബിസിനസ് ഓണേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ നോളേജ് ഷെയർ ചെയ്യുന്ന പോസ്റ്റുകൾ അതിൽ ഇടുക. ആൻഡ് ബിലീവ് മീ, ജോബ്സ് നിങ്ങളെ തേടി വരും. നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാനും കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കഴിഞ്ഞേ വേറെ എന്തോ ഉള്ളൂ. നിങ്ങളുടെ റിസർച്ചും നിങ്ങളുടെ ജോബ്സും തോട്ട്സും എല്ലാം തന്നെ നിങ്ങൾ ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നോക്കിക്കോളൂ. ജോബ് തേടി നിങ്ങൾ വേറെ എവിടെയും പോവേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജോബ് നിങ്ങളെ തേടി വരും. ഒരു ജോബ് പ്ലാറ്റ്ഫോം എന്നുള്ളതിനുപരി ഒരു ബിസിനസ് കണക്ഷൻസ് ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ലിങ്ക്ഡിൻ. അത് മാത്രമല്ല, ദിവസം തോറും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നല്ല രീതിക്ക് പോർട്രേറ്റ് ചെയ്യാനും സാധിക്കും. ഒരു നീഷ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു കടല് പോലെയാണ്. അതിൽ എല്ലാം ചെയ്യാൻ നിന്നാൽ നിങ്ങൾ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു നീഷ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SEO, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ്, മെറ്റാ ആഡ്സ്, അല്ലെങ്കിൽ ഇമെയിൽ മാർക്കറ്റിംഗ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്താൽ നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആയിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ചാർജ് ചെയ്യാനും പറ്റും. അത് മാത്രമല്ല, ക്ലയൻസിനെ കണ്ടുപിടിക്കാനും ഇത് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഏറ്റവും പാഷനേറ്റ് ആയ, ഏറ്റവും ഇഷ്ടമുള്ള ജോലി ആസ്വദിച്ച് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അതിലുപരി നല്ല രീതിക്ക് നിങ്ങൾക്ക് ഏൺ ചെയ്യാനും സാധിക്കും. ഇനി ക്ലയന്റിനെ കിട്ടിയെന്ന് വെച്ചിട്ട് പണി തീർന്നിട്ടില്ല. ആ പ്രോജക്റ്റ് ടൈമിന് നല്ല ക്വാളിറ്റിയിൽ തീർത്തു കൊടുക്കണം. കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ കീ എന്ന് പറയുന്നത്. ക്ലയന്റിനോട് റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് പറയാം, റിപ്പോർട്ട്സ് അയച്ചു കൊടുക്കുക. ട്രെല്ലോ, അസാന പോലെയുള്ള ഫ്രീ ടൂൾസ് യൂസ് ചെയ്ത് വർക്ക് ഓർഗനൈസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, മൈ ഗോഡ്, ഇത് വലിയൊരു പാടാണല്ലോ എന്നുള്ളത്. ഒരു പ്രോജക്റ്റ് മാനേജ് ചെയ്യാൻ, കോണ്ടന്റ് ഉണ്ടാക്കാൻ, റിപ്പോർട്ട് തയ്യാറാക്കാൻ ഇതിനൊക്കെ എനിക്ക് പറ്റുമോ എന്നുള്ളത്. ഇവിടെയാണ് ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ ആയിട്ട് വരുന്നത് നമ്മുടെ എൻട്രിയുടെ AI ഇന്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഞങ്ങളുടെ കോഴ്സിൽ ഈ പണികളൊക്കെ എങ്ങനെ AI ടൂൾസ് ഉപയോഗിച്ചിട്ട് സൂപ്പർ ഈസി ആക്കാം എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. ChatGPT ഉപയോഗിച്ചിട്ട് ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റും ബ്ലോഗും നിമിഷങ്ങൾ കൊണ്ട് എങ്ങനെ എഴുതാം, AI ടൂൾസ് വെച്ചിട്ട് മാർക്കറ്റിംഗ് റിപ്പോർട്ട്സ് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം, ക്ലയന്റ് പിച്ചിങ് ഇമെയിലുകൾ അയക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ AI യൂസ് ചെയ്യാം. ഇങ്ങനെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ 8 മണിക്കൂർ എടുക്കുന്ന ഒരു ജോലി 2 മണിക്കൂർ കൊണ്ട് തീർക്കാനായിട്ട് സാധിക്കും. ടൈം സേവ് ചെയ്യാം, കൂടുതൽ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാം, അതുവഴി വരുമാനം ഇരട്ടിയാക്കാം. ഹൈ പേയിങ് ഫ്രീലാൻസിംഗ് ക്ലയൻസിനെ കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇതാണ്. സോ ഫ്രണ്ട്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസിംഗ്
ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള സ്കില്ലും നല്ലൊരു പോർട്ട്ഫോളിയോയും പിന്നെ സ്മാർട്ടായി വർക്ക് ചെയ്യാനുള്ള അറിവുമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ബിഗിനറിന് പോലും മനസ്സിലാവുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി പ്രാക്ടിക്കൽ പ്രോജക്ട്സോട് കൂടി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻട്രിയുടെ AI ഇന്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ. തുടങ്ങാൻ റെഡി ആണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ വിളിക്കും, കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇനിയും 9 to 5 ജോബിൽ ജീവിക്കേണ്ട, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വർക്ക് ചെയ്ത് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ റിയലൈസ് ചെയ്തോളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടുത്തൊരു കിടലൻ വീഡിയോയിൽ കാണാം. ബൈ.